ഓൾ, വെൽക്കം ബാക്ക് ടു K2CAC. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. സിമ്പിളായിട്ടൊരു ടോപ്പിക്കാണ്. അതായത് നമ്മൾ ജാവ കോഡ് എഴുതുന്ന സമയത്ത് ക്ലാസ് ഉണ്ടല്ലോ, അപ്പോൾ ക്ലാസ്സിൻ്റെ അകത്ത് എന്തൊക്കെ വരും? ആട്രിബ്യൂട്ടും വരും, മെത്തേഡും വരും. ഈ ആട്രിബ്യൂട്ടും മെത്തേഡും കൂടെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതായത് ഒരു ക്യാപ്സ്യൂളിനകത്ത് ആക്കുന്നത് പോലെ സെപ്പറേറ്റ് ആക്കാതെ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് വരുന്ന എല്ലാ ആട്രിബ്യൂട്ടുകളെയും എല്ലാ ക്ലാസ്സുകളെയും കൂടെ എല്ലാ മെത്തേഡുകളെയും കൂടെ എന്ത് ചെയ്യും? ഒരൊറ്റ ക്യാപ്സ്യൂൾ പരിവാക്കി വെക്കും. അന്നേരം എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ വേറെ ക്ലാസ്സുകാർക്ക് ഇവരെ ഡയറക്റ്റായിട്ട് വന്ന് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താ? ഇവരൊരു ക്ലാസ്സിൻ്റെ അകത്താക്കി ഒരു സിംഗിൾ യൂണിറ്റിൻ്റെ അകത്തൊരു ക്യാപ്സ്യൂൾ പോലെ വെച്ചേക്കുവാണ്. അപ്പോൾ എങ്ങനെ ആക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആട്രിബ്യൂട്ടുകളെയും ഈ പറയുന്ന മെത്തേഡുകളെയും എന്താ പ്രൈവറ്റ് വേരിയബിളാക്കി സെറ്റ് ചെയ്യും. അപ്പോൾ പ്രൈവറ്റ് ആയിട്ടിരിക്കുന്ന സാധനം എന്താ? പബ്ലിക് അല്ലല്ലേ. അപ്പം വേറെ ക്ലാസ്സുകാർക്ക് വന്ന് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എന്നാണ് നമ്മൾ എൻക്യാപ്സുലേഷനിൽ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? ഡിക്ലെയർ വേരിയബിൾസ് ആസ് പ്രൈവറ്റ്. അതായത് ഈ പറയുന്ന ആട്രിബ്യൂട്ടും മെത്തേഡ് വേരിയബിൾസിനെ നമ്മൾ പ്രൈവറ്റ് ആക്കി ഡിക്ലെയർ ചെയ്യും. സോ ദാറ്റ് വേരിയബിൾ കനോട്ട് ബി ആക്സസ്ഡ് ഫ്രം ഔട്ട്സൈഡ് ക്ലാസ്. വേറെ ഔട്ട്സൈഡ് ക്ലാസ്സുകാർക്ക് ഇത് വന്ന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ പ്രൈവറ്റ് ആക്കി വച്ചേക്കുന്നതിന് നമുക്ക് പിന്നെ വ്യൂ ചെയ്യണമെങ്കിൽ ഗെറ്റർ മെത്തേഡ് എന്ന് പറയുന്നൊരു സാധനം യൂസ് ചെയ്യണം. അതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻ നടത്തണമെങ്കിൽ സെറ്റർ മെത്തേഡ് എന്ന് പറയുന്നൊരു സംഭവം യൂസ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ളത്. ഇനി നമുക്ക് കോഡിങ്ങിലോട്ട് പോകാം. ജസ്റ്റ് റീഡ് ചെയ്യണമെങ്കിൽ ഗെറ്റർ മെത്തേഡും പ്രൈവറ്റ് വേരിയബിൾസിനെ ജസ്റ്റ് മോഡിഫൈയും കൂടെ ചെയ്യണമെങ്കിൽ സെറ്റർ മെത്തേഡും യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസാണ് എൻക്യാപ്സുലേഷൻ വഴി ഹൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള നമ്മുടെ ഡേറ്റാസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ നെയിമും സാലറിയുമാണ്. അപ്പോൾ ഇതിന് എനിക്ക് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പ്രൈവറ്റ് എന്ന് പറയുന്നൊരു സംഭവം കൂടെ അതിന് മുന്നേ പ്രൈവറ്റ് സെറ്റ് ചെയ്യണം, എന്നാലും ഇത് പ്രൈവറ്റ് വേരിയബിൾ ആവും. അപ്പോൾ പബ്ലിക് ക്ലാസ് സ്റ്റാഫ് കഴിഞ്ഞിട്ട് സ്ട്രിങ് നെയിമും ഇൻഡ് സാലറിക്ക് മുന്നേ ആയിട്ട് ഞാൻ എന്ത് ചെയ്തു? പ്രൈവറ്റ് എന്ന് പറയുന്നൊരു വേരിയബിളും കൂടെ കൊടുത്തു. എന്നിട്ട് ഇതിനെ എനിക്ക് റീഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഗെറ്റർ എന്ന് പറയുന്ന മെത്തേഡ് കൊടുക്കണം. അപ്പോൾ ഗെറ്റർ എന്ന് പറയുന്ന മെത്തേഡ് വെച്ചിട്ട് ഞാൻ കൊടുക്കുക പബ്ലിക്, അതായത് ഈ പ്രൈവറ്റ് ആയിട്ടുള്ളതിന് പബ്ലിക് ആക്കണം. പബ്ലിക് സ്ട്രിങ് ഗെറ്റ് നെയിം ഓഫ് എന്ന് പറയുമ്പോഴത്തേന് എനിക്ക് എന്ത് ചെയ്യണം? ഈ നെയിമിന് റിട്ടേൺ ചെയ്യണം. ഇനി എനിക്കിതിനെ മോഡിഫൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫംഗ്ഷനാണ് പബ്ലിക് വോയിഡ് സെറ്റ് നെയിം ഓഫ് ഈ പറയുന്ന സ്ട്രിങ് അല്ലേ, അത് അതേപടി കൊടുക്കണം, സ്ട്രിങ് നെയിം. എന്നിട്ട് ഈ ഒരു ദിസ് എന്ന് പറയുന്നൊരു മെത്തേഡാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഡോട്ട് ഈ പറയുന്ന നെയിം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഈ നെയിം ആയിരിക്കണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇതേ സെയിം സാധനം തന്നെയാണ് താഴോട്ട് കോപ്പി ചെയ്തേക്കുന്നത്. അതിൽ സ്ട്രിങ്ങിന് പകരം ഇൻറ്റീജർ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ സാലറിയുടെ കേസും ആവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന്. വേറെ ഒന്നുമില്ല, ഇവിടെ പ്രൈവറ്റ് ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കണം, പിന്നെ അതനുസരിച്ച് ആക്സസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് നമ്മുടെ സ്റ്റാഫ് എന്ന് പറയുന്ന മെത്തേഡിൽ സ്റ്റാഫ് എന്ന് പറയുന്ന ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി മെയിൻ ഡോട്ട് ജാവ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതിൻ്റെ അകത്ത് ആരാ നമ്മുടെ സ്റ്റാഫ്, അവരുടെ സാലറി ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ മെയിൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ സ്റ്റാഫ് എസ് ഞാൻ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാണ് ന്യൂ സ്റ്റാഫ് ഓഫ്. അപ്പം എസ് ഡോട്ട് സെറ്റ് നെയിം ഓഫ്, അതായത് ആ പുള്ളിക്കാരിയുടെ നെയിം എന്താ? ആമി എന്നാണ് പുള്ളിക്കാരുടെ പേര്. അതെനിക്ക് മോഡിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ സെറ്റ് കൊടുക്കുന്ന എന്തിനാ? മോഡിഫൈ ചെയ്യണം. ഗെറ്റ് വഴി നമുക്കൊരാളുടെ പേര് കിട്ടി, ഇനി എന്തായാലും ഞാൻ മോഡിഫൈ ചെയ്യണം. അപ്പോൾ പുള്ളിക്കാരുടെ പേര് ആമി എന്നാണ്. എസ് ഡോട്ട് സെറ്റ് സാലറി ഓഫ്, അപ്പോൾ അവരുടെ സാലറി എത്രയാണ്? 1 lakhിലോട്ട് മോഡിഫൈ ചെയ്തേക്കാണ്. അതാണ് സെറ്റ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തത്. ഇത് പ്രിൻറ്റ് ചെയ്യണം. സാധാരണ നമ്മൾ ചെയ്യുന്ന അതേ പണി ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്ന സാധനം. നിങ്ങൾ ജസ്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കുക, തനിയെ കോഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്നിനി റൺ ചെയ്ത് നോക്കുമ്പം ആമിയും നമ്മുടെ 1 lakhും കാണിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം. ഓക്കെ, നോക്കാം. കണ്ടോ? ആമിയും 1 lakh ഇത്രയേ ഉള്ളേ.